ഞങ്ങളവിടുത്തെ ചെറിയൊരു കല്യാണം കേട്ടോ അത്. ഞങ്ങളെ നാട്ടിലൊരു ചെറുക്കൻ്റെ കല്യാണമാണ്. ഇതാണ് മുളയങ്കാവിലെ മണ്ഡപട്ടോ, SM ഓഡിറ്റോറിയം. നല്ല ഓഡിറ്റോറിയം, അടിപൊളിയാട്ടോ, സൈസാണ്. എത്ര ആൾക്ക് വേണമെങ്കിൽ ഇരിക്കുക. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സൗകര്യമാണ്. റോട്ടിൻ്റെ വക്കന്നെ കേട്ടോ, മുളയങ്കാവ് സിറ്റിയിലെ തൊട്ടന്നെയാണ്. മുളയങ്കാവ് ബസ് സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ടൗണാണ്, പക്ഷേ ബസ് സ്റ്റാൻഡൊന്നുമില്ല. ഞങ്ങളെ പഞ്ചായത്തും ഞങ്ങളെ വില്ലേജ് ഓഫീസൊക്കെ ഇവിടെ തന്നെ കേട്ടോ, മുളയങ്കാവിൽ. അപ്പോൾ കല്യാണക്കുടിയിൽ നിന്നൊക്കെ പോന്നു, ബിരിയാണിയൊക്കെ കഴിച്ച് പോന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു കാഴ്ച കേട്ടത്. ഇന്നലെ കല്യാണം കഴിഞ്ഞു, ഇന്ന് ഞാൻ ചോറും ചമ്മന്തി ഉണ്ടാക്കി തിന്നാൻ പോവുകയാണ്. ഇന്നലെ നല്ല അടിപൊളി ബിരിയാണിയും മന്തിയൊക്കെ തിന്നു. ഇന്നിപ്പോൾ കഞ്ഞിയും ചോറും, നല്ല കഞ്ഞിയല്ല നെയ്ച്ചോറ് വറ്റിച്ചിട്ടാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പോൾ കൂട്ടാനൊന്നുമില്ല. അപ്പോൾ നല്ല മാങ്ങ നിൽക്കുന്നുണ്ട്, മാങ്ങ പറിച്ചിട്ട് പീസാക്കി. എൻ്റെ ചെറിയ അമ്മിക്കുട്ടി ഉണ്ട്, അമ്മിക്കുട്ടി ഇട്ടിട്ടാണ്ട് സെറ്റാക്കി. 2 പനിക്കൂർക്ക വെച്ച് കൊടുത്തിട്ടോ, ഇല പനിക്കൂർക്കൻ്റെ ഇല വെച്ച് കൊടുത്താൽ നല്ല രസം കേട്ടോ, ടേസ്റ്റ് കൂടും. കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് ഇനി അങ്ങോട്ട് കുത്തി ചതച്ചാണ്ടല്ലോ, കുത്തി അങ്ങോട്ട് ചതക്കുക. കുറേ നേരം ചതക്കാം കേട്ടോ, അതിന് ഇങ്ങനെ നല്ല ക്ഷമയോടുക്കനെ കുത്തണം, അല്ലെങ്കിൽ കണ്ണും മൂക്കൊക്കെ തെറിച്ചു. മെല്ലെ സ്ലോവിൽ കുത്തണം, അല്ലെങ്കിൽ ആകെ തെറിച്ച് മേത്ത് കൂടെ ഒക്കെ ആകതാ അളിപിളിയാവും. അങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ. തെറിക്കണമെന്ന് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടരുത്, അതൊക്കെ എടുത്ത് വലിച്ചെറിയാം കേട്ടോ. മെല്ലെ കുത്തിക്കൊണ്ടേ ഇരിക്കണം. നിങ്ങളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കലുണ്ടോ? ഞാനിപ്പോൾ മാങ്ങയും ഉപ്പും പനിക്കൂർക്കൻ്റെ ഇല ഇട്ടിട്ടാണ് ചതക്കണത്. അതിങ്ങനെ കുറേ നേരം ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ആ മാങ്ങയൊക്കെ ഒരു ചെറിയ പാത്രത്തേക്ക് ഇങ്ങോട്ട് ഇടണം. അത് ഇങ്ങോട്ട് തോണ്ടി ഇടുക, ഫുള്ളായിട്ട് അതിൽ നിന്ന് എടുക്കുക. എത്ര നേരം കുത്തണമെന്ന് അറിയാം, കുറേ നേരം കുത്താണ്ട്, എന്നാലും ഫുള്ളായിട്ട് ചതയില്ല കേട്ടോ, ഒരു മീഡിയം ലെവലിലേ ചതയുള്ളൂ. പിന്നെ ഇനിയും കുറേ നേരം ഇരുന്നാലേ അത് ഫുള്ളായിട്ട് ചതയുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് ചതയണമെന്നില്ല, എത്ര ചതഞ്ഞാൽ മതി കേട്ടോ. അതൊന്നൊരു ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മസാലപ്പൊടി ഇടുക കേട്ടോ. മുളക് പൊടി, ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടും, മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. ഞാൻ മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടു കേട്ടോ, ചിക്കൻ മസാല ഇട്ടു. എന്നിട്ട് അതാണ്ട് കുഴമ്പ്. അപ്പോൾ ആ വെളിച്ചെണ്ണയും ഉപ്പും മുളകും ഒക്കെ പാടെ അങ്ങോട്ട് മിക്സായിട്ട്, ബിരിയാണി ഒന്നുമല്ല, മന്തി ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ മുന്നിലൊക്കെ പരാജയപ്പെടും. ഇതാണ് മുതൽ കേട്ടോ മക്കളെ. എന്ത് ബിരിയാണി, എന്ത് മന്തി അല്ലേ, ഇതൊരു ഒന്നൊന്നര. അതങ്ങോട്ട് അതിൻ്റെ കാണാൻ തന്നെ നോക്കിയൊക്കെ മൊഞ്ചതിൻ്റെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവ് ഒന്നും കൂടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചേർക്കരുത് കേട്ടോ, പാകത്തിന് എരിവ് കൂട്ടിയായിട്ടോ, അല്ലെങ്കിൽ കേടാണ്. ലിവറിനും കരളിനും എല്ലാത്തിനും കേടാ, കുടലിനും. ഓവറായിട്ട് എരിവ് കൂട്ടരുത് കേട്ടോ ആരും. ഇതൊക്കെ കൂട്ടുമ്പോൾ ഒപ്പം മധുരമില്ല എന്തെങ്കിലും വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ മധുരമില്ല ചായ കുടിക്കണം, ചൂടാറിയ ചായ ഉണ്ട്. ഇതായില്ല ചോറിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് ഇട്ടാണ്ട് കഴിച്ചോക്കെ, ഒന്നൊന്നര ടേസ്റ്റാട്ടോ. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളി കേട്ടോ. കേൾക്കാണി അത് എന്താ മാങ്ങയുടെ രുചി അറിയോ. മാങ്ങ നമ്മളവിടെ ഉണ്ടായ മാങ്ങ തന്നെ കേട്ടോ, നമ്മളെ മൂച്ചിമ്മ മാങ്ങ ഉണ്ട്, ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി കൂടുതൽ ആരും ചോദിച്ചാലൊന്നും തരാനൊന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. നമുക്കില്ല, ആവശ്യത്തിനില്ല ഉള്ളൂ. ഇനി അത് പഴുത്ത് കഴിഞ്ഞാൽ പഴുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടും കുടിക്കും. കുറേ മരങ്ങൾ ഞാൻ വെട്ടി വിറ്റ്, അത് കാരണം ഇപ്പം മൂച്ചിയും പ്ലാവൊക്കെ കുറേ പോയി, മാങ്ങയും ചക്കയൊക്കെ കുറേ കമ്മിയായി. 10-60 സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ. അതിലൊരു ഏട്ടത്തി പെരയറ്റി, പിന്നെ എൻ്റെ ഈ ചെറിയ പെര ഉണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് ഏട്ടത്തി തറ ഇട്ടിട്ടുണ്ട്. അതിൽ പെര കയറ്റിയിട്ടില്ല കേട്ടോ, തറ മാത്രമേ ഉള്ളൂ. ചോറ് ഇങ്ങനെ കുഴച്ചാൽ ഞായമ്പി അങ്ങോട്ട് തിന്നണ്ടാവും. റോട്ടിൻ്റെ വക്കാട്ടോ, റോട്ടിൽ കൂടെ പോകണമല്ലൊക്കെ എന്നെ കാണുന്നത്. ഞാനിങ്ങനെ കുഴച്ചണം തിന്നണമൊക്കെ വീഡിയോ എടുക്കണമൊക്കെ ഇപ്പോൾ അവർ കാണുന്നുണ്ടാവും. അയലോക്കക്കാരൊക്കെ എത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താ ഈ കാട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് കേട്ടോ, മിക്സാക്കിയൊക്കെ നല്ല രസമായില്ലേ, ഭംഗിയായില്ലേ. വെള്ള നെയ്ച്ചോറിന് മസാല അങ്ങോട്ട് ചേർത്തേക്ക് ഇതാണ്ട് നമ്മളെ മുൻഭാഗം ഇതാട്ടോ.
അതിൽക്കൂടെയൊക്കെയാണ് വണ്ടി പോവുക. ചോറ് തിന്ന് കഴിയാനായിട്ടോ. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ. അതും കൂടിയാണ് കഴിഞ്ഞു കേട്ടോ. വയറ് ഫുള്ളായി. ആ ചായ മധുരമില്ലാത്ത ചായ കേട്ടോ. ചൂടാറിയ ചായയാണ്. അതുകൊണ്ട് സുഖമാണ്. ചൂടില്ല ചായ ഇതിക്ക് നടക്കില്ല കേട്ടോ. ചൂടാറിയ ചായ അല്ലെങ്കിൽ തേങ്ങാ വെള്ളം മധുരം ഇട്ടിട്ടോ, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു മധുര വെള്ളം ഉണ്ടാക്കലുണ്ട്, അതുണ്ടാക്കുക. അല്ലെങ്കിൽ ചായ. എങ്ങനെയായാലും ചൂടില്ലാത്ത വെള്ളം കുടിക്കണം കേട്ടോ. ഇനി 7up ആയാലും 6up ആയാലും എന്താണെങ്കിലും നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ് കുറച്ച് നേരം ഫാൻ ഇട്ടിട്ടൊന്ന് കിടക്കട്ടെ കേട്ടോ.